പോലീസിൻ്റെ തീരുമാനം ബലം പ്രയോഗിച്ച് നടപ്പാക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ബലപ്രയോഗത്തിൽ നിന്ന് പോലീസ് മാറണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം ഇത്രയധികം സ്ത്രീകളും കുട്ടികളും നിൽക്കുന്ന സന്ദർഭത്തിൽ പോലീസ് ബലം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആപത്തുകളുണ്ട്. അത് ഒഴിവാക്കാൻ പോലീസ് പിന്മാറണം. പോലീസ് പിന്മാറില്ല എന്നാണ് പോലീസിൻ്റെ അഭിപ്രായം. പോലീസ് പിന്മാറാത്തത് കമ്മീഷൻ്റെ അഭിപ്രായം അനുസരിച്ചാണ്. കമ്മീഷൻ പറയുന്നത് ഞാനിത് നടപ്പാക്കിയിട്ടേ പോകുന്നു. ഏതെങ്കിലും കമ്മീഷൻ ഏതെങ്കിലും പ്രദേശത്ത് വിധി നടപ്പാക്കാൻ വരുമ്പോൾ തടസ്സം ഉണ്ടായാൽ അവരെന്താ ചെയ്യുന്നത്? തിരിച്ചു പോവില്ലേ? നിങ്ങൾ മാധ്യമക്കാരല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ നടപ്പം. പക്ഷേ ഈ കമ്മീഷൻ എന്താ എത്ര നിർബന്ധം? ഒരു കമ്മീഷൻ കാണിക്കാത്ത നിർബന്ധം കാണിക്കുന്നതാണ്. ആ നിർബന്ധം കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ഇപ്പോൾ പരസ്യമായി പറയുന്നില്ല. മുന്നോട്ട് വെക്കുന്ന കുറേ ആവശ്യങ്ങൾ കൂടിയുണ്ടല്ലോ. കുടുംബങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ നടപ്പാക്കിയ ശേഷം ആലോചിക്കാം നമുക്ക്. അവരെ കേൾക്കണ്ടേ? ഈ കോടതി വിധി വന്നതിന് ശേഷം തഹസിൽദാരോ കളക്ടറോ ഇങ്ങനൊരു കോടതി വിധിയുണ്ട്, നിങ്ങളതുകൊണ്ട് ഇവിടുന്ന് മാറേണ്ടി വരും, നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് അവരെ വിളിച്ചുകൂട്ടി പറയണ്ടേ? അവരത് പുനരധിവാസത്തിന് ആവശ്യമായ സജ്ജീകരണം ഒരുക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില മര്യാദയുണ്ട്, ഇല്ലേ? സാമാന്യ മര്യാദയുണ്ട്. ആ മര്യാദ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ വന്നിട്ട് അവരെ കുടിയൊഴിപ്പിക്കുക. ഇന്നങ്ങോട്ട് പോകും, ഇന്ന് രാത്രി ഇവരെവിടെ പോയി താമസിക്കും? ആരെങ്കിലും കൊണ്ടുപോകും ഇവരെ? ഈ റോട്ടിൽ കിടക്കേണ്ടി വരില്ലേ? അത് നമ്മുടെ സാമാന്യ സംസ്കാരമുള്ളൊരു സമൂഹത്തിനകത്ത് യോജിച്ചാണോ? കൊച്ചുകുട്ടികൾ, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ദെൻ പ്രായമായവർ, ഇവരെല്ലാം റോട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും നാണക്കേടത്. അതിനെ അനുവദിക്കപ്പെടരുത്. അതാണ് ഞങ്ങൾ ഈ സമരത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള മുദ്രാവാക്യം. അതാണ്. അന്യരുടെ സ്ഥലം ഇവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ താമസിപ്പോൾ ഏത് സ്ഥലത്ത് താമസിച്ചാലും ഒരു നടപടിയില്ലേ? എന്താ കൈവശ അവകാശമുണ്ട്, ഇല്ലേ? കുറേ നാൾ താമസം ചെയ്യുമ്പോൾ ഇവർ അതാണ്ട് 80, 90, 100 വർഷമായി ഇവരുടെ പാരമ്പര്യമായി കാരണവന്മാർ ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ദിവസം വന്നിട്ട് പറയുകയാണ് കോടതി വിധി ഉണ്ട്, നിങ്ങൾ ഇറങ്ങിപ്പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് നാട്ടുമര്യാദ? അല്ലെങ്കിൽ എന്ത് മര്യാദ? കോടതി വിധിയെ ഞങ്ങൾ ഇത് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ കോടതിയെ കോടതിയും മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കേണ്ട. പല സന്ദർഭങ്ങളിലും കോടതി മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടല്ലോ പല കാര്യങ്ങളിലും, ഇല്ലേ? നിയമം മാത്രം നോക്കാതെ പുറമ്പോക്കിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കോടതി നടത്തണമെന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? ഈ കാര്യത്തിൽ എന്താ കോടതിക്ക് പ്രയാസം? അപ്പോൾ കോടതിക്കല്ല പ്രയാസം, അത് നടപ്പാക്കാൻ വേണ്ടി വന്നിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അഡ്വക്കേറ്റ് കമ്മീഷൻ ഇത്രയേറെ ബലം പിടിക്കുന്നത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. പല സ്ഥലത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. അവിടെ തടസ്സം വന്നാൽ അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പം തന്നെ എഴുതി കൊടുത്ത് ഇവിടെ തടസ്സമാണ്, എനിക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്ന് കോടതിയിൽ എഴുതി കൊടുത്ത്, ഇതെന്താ ഇത് കോടതിയിൽ എഴുതി കൊടുക്കില്ല? എഴുതി കൊടുക്കാതിരുന്ന ഇയാൾക്ക് മറ്റ് ചില പ്രൊമോഷനോ എന്തൊക്കെയോ കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല. അതുകൊണ്ട് അതിനെല്ലാം വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് പാവങ്ങളെ ഉപയോഗിക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൾക്ക് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഈ പാവങ്ങളെ ഉപയോഗിക്കുക. സാമ്പത്തിക ശേഷി ഇല്ലാത്തവരല്ലേ ഇവർ? കേസ് നടത്താനുള്ള ശേഷിയുണ്ടോ? ഇതൊന്നും ഇല്ലാത്തവരെ എന്തിനാ ഇങ്ങനെ ആക്രമിക്കണേ ഈ പാവങ്ങളെ? ആ പാവങ്ങളെ ആക്രമിക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ CPM എന്ന നിലയിൽ ഈ പ്രശ്നത്തോടൊപ്പം ഞങ്ങൾ കൂട്ടുചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ അതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്, ഞങ്ങളോടൊപ്പം അതിനോടൊപ്പം അണിചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.